വരുമോ? ഇല്ല, എനിക്ക് സംസാരിക്കണമെന്നില്ല. എന്ത് ഇല്ല, അതന്നെ സംസാരിക്കണമെന്നില്ല. ഒന്നുമില്ലേ? നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഇപ്പോൾ കമന്റ് ബോക്സ് നിറച്ച് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന ഒരു കമന്റ് മറ്റൊന്നുമല്ല, അനീഷിന് ഹോപ്പ് കൊടുത്തു. അതായത് ഹോപ്പ് കൊടുത്തു, അനുമോള് അനീഷിന് ഹോപ്പ് കൊടുത്തു, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയത്. അതായത് പഴി മൊത്തം ആ പെൺകൊച്ചിന്റെ തലയിലേക്ക് ചാരാൻ ശ്രമിക്കുന്ന PR-കളുടെ ഒരു മെസ്സേജ് പരമ്പര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആര് വീഡിയോ ഇട്ടാലും ഇനിയിപ്പോ ഈ വീഡിയോയുടെ താഴെ ചെന്നാലും ഇത് തന്നെ ആയിരിക്കും പറയുന്നത്. ഈ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ഈ ഒരു രീതി ഇത് ആദ്യമായിട്ടല്ല. സീസൺ 4-ലായിക്കോട്ടെ, സീസൺ 4 ബ്ലെസ്ലി ഇതുപോലെ ദിൽഷയുടെ അടുത്ത് ഈ പറയുന്ന ഒരു ലവ് പറഞ്ഞപ്പോഴും അവിടെയും ഇതേ കമന്റുകളാണ് വന്നത്. അതായത് ദിൽഷ ഹോപ്പ് കൊടുത്തു എന്നുള്ള രീതിയിലുള്ള കമന്റുകൾ. അതായത് എങ്ങനെയെങ്കിലും വളച്ചൊടിച്ച് താൻ ഇഷ്ടപ്പെടുന്ന മത്സരാർത്ഥിയെ എന്ത് ചെയ്യണം, വെള്ളപൂശണം. അത് തന്നെയാണ്. അത് ഒരിക്കലും സാധാരണ ജനങ്ങളെ, ഇത് കൃത്യമായിട്ട് PR കമന്റുകളാണ്. അവർ ഇതിനെ എങ്ങനെയെങ്കിലും എന്ത് ചെയ്യാം, ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ മാന്യമായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരു തുറന്ന മനസ്സോടുകൂടി ആരുടെയും പക്ഷം പിടിക്കാതെ, ആരുടെയും ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ആരുടെയും ഫാൻ ബേസ് അല്ലാത്ത അല്ലെങ്കിൽ ആരുടെയും അന്ധം ഫാൻസ് അല്ലാത്തവർക്കൊക്കെ വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും ഇവിടെ അനുമോൾ അങ്ങനെ ഒരു ഹോപ്പേ കൊടുത്തിട്ടില്ല. അനുമോൾ നമുക്ക് ഇതുവരെയായിട്ടും അനുമോളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് ആർക്കും ഒരു പോയിന്റിൽ പോലും നമുക്കത് തോന്നിയിട്ടേ ഇല്ല. അതൊക്കെ അവര് തമാശയായിട്ട് കാണിച്ചു. നമ്മൾ എല്ലാവരും നിൽക്കുമ്പോൾ, അതായത് ഇപ്പൊ ആദില ആയിക്കോട്ടെ, നൂറ ആയിക്കോട്ടെ, ഇവരൊക്കെ നിൽക്കുമ്പോഴാണ് അനുമോൾ ഇതൊക്കെ കാണിച്ചത്. അനീഷേട്ട ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഹാർട്ട് കാണിച്ചിട്ടുണ്ട്, ഈ പില്ലോ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഐ ലവ് യു എന്ന് ആദില പറഞ്ഞിട്ടില്ലേ, ഐ ലവ് യു എന്ന് നമ്മുടെ ജിസൈൽ പറഞ്ഞിട്ടില്ലേ, ജിസൈൽ അടുത്ത് വന്നൊരു പാട്ടൊക്കെ പാടിയില്ലേ, അതൊക്കെ ചെയ്തു. അപ്പൊ അതൊക്കെ ഒരു തമാശയായിട്ടാണ്. പക്ഷെ അനീഷ് അവിടെ ഇതിനെയൊന്നും ഒരു തമാശ ആയിട്ട് കാണാതെ അതിനെ മറ്റൊരു രീതിയിൽ, എനിക്കിത് തോന്നുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു പ്യുവർ ഗെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതായത് അനീഷ് ഇന്നലെ പറയുന്നുണ്ട്, ഇന്ന് രാവിലെ അനീഷ് പറയുന്നുണ്ട്, ഇനി 9 ദിവസം മാത്രമേ ഉള്ളൂ, ഇനി വെറും 9 ദിവസം മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിൽ ആലോചിക്കുന്നു. എന്നിട്ട് തന്നെ എന്ത് ചെയ്തു, വളരെ വ്യക്തമായിട്ട് ക്യാമറ എവിടെയാണ്, അത് രഹസ്യമായിട്ടൊന്നുമല്ല, കൃത്യമായിട്ട് ആ ഒരു ഊഞ്ഞാലിൽ ഇരിക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ട് ക്യാമറ പതി മൈക്കൊന്നും മാറ്റാതെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഒരു വിഷയം എടുത്തിടുന്നു. എന്നുവെച്ചാൽ അപ്പോ അനുമോള് ഇതുമായിട്ട് ഒരു ഒട്ടും പ്രതീക്ഷിക്കാതെ ടവേന വന്നൊരു സംഭവമാണ്. തനിക്ക് ഒറ്റപ്പെടൽ സംഭവിച്ചപ്പോൾ തന്റെ കൂടെ നിന്ന ഒരു സഹയാത്രി അല്ലെങ്കിൽ തന്റെ കൂടെ നിന്ന ഒരു കണ്ടസ്റ്റന്റ് പെട്ടെന്ന് വന്ന് പറയണേ, എനിക്ക് തന്നോട് പ്രണയമാണ്, എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ആ പെണ്ണ് ഞെട്ടിപ്പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഈ സംഭവങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോൾ എനിക്കിങ്ങനെയാണ്, എനിക്ക് ഇന്നടുത്ത് പോയി കല്യാണം കഴിക്കണം, 2 കൊല്ലത്തേക്ക് ഞാൻ ഇനി വിവാഹമൊന്നും കഴിക്കില്ല. അപ്പൊ ഇതിൽ നിന്ന് തന്നെ അനീഷിന് ഒരു കാര്യം ഉറപ്പായി, ഇത് വരാൻ പോകുന്നത് നെഗറ്റീവ് ആണ് എന്നുള്ളത്. അവിടെ ഒരു വിക്ടിം കാർഡ് കളിക്കുകയാണ് അനീഷ്. ആ സമയത്ത് ഒരു മറുപടി പോലും പറയാതെ, അല്ലെങ്കിൽ ഈ പറയുന്ന അത്രയ്ക്ക്, ഇപ്പൊ അനീഷിന് 40 വയസ്സുണ്ട്, അത്രയും പക്വതയുള്ള അത്രയും ലോകം കണ്ട ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു പെൺകുട്ടിയോട് സ്നേഹം തോന്നുന്നത് ഒരിക്കലും ഒരു തെറ്റായിട്ടുള്ള കാര്യമല്ല. അതിപ്പോ ഞാൻ അവതരിപ്പിച്ചു, അതും തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അവിടെ ആ പെൺകുട്ടി പറയുന്നത് എന്താണെന്ന് പോലും കേൾക്കാതെ അല്ലെങ്കിൽ ശരി, ഓക്കെ, നിനക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിനക്ക് അങ്ങനെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞത് അങ്ങ് മറന്നേക്ക്, എന്റെ മനസ്സിൽ അങ്ങനെ തോന്നി പറഞ്ഞുപോയി, ഇതങ്ങ് മറന്നേക്ക്, സോറി എന്ന് പറയുന്നതിന് പകരം ടബേനെ അയച്ചു പോവുകയാണ്. ടബേനെ അയച്ചു പോയിട്ട് ആരടുത്തും മിണ്ടുന്നില്ല, വളരെ ഗൗരവമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അവിടെയുള്ളവർക്ക് എല്ലാവർക്കും, അതിപ്പം ഈ നൂറയ്ക്കും ആദിലയ്ക്കും മാത്രമാണ് ഈ വിഷയം അറിയാവുന്നത്. പക്ഷെ ബാക്കി എല്ലാവർക്കും മനസ്സിലായി. അത് അക്ബർ അവിടെ പറയുന്നുണ്ട്, പഴയ ഗെയിം ഓണായി, പഴയ ഗെയിം മോഡ് ഓണായി എന്ന് പറഞ്ഞത് പുള്ളി ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയിലേക്ക് പോകുന്നു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ അനുമോൾ ഇതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ട് അനുമോൾ വന്ന് വിളിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന സമയത്ത് പുള്ളി കാണിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ക്ലിപ്പ് ഇവിടെ വെക്കാം. പിന്നെ എനിക്ക് സംസാരിക്കണമെന്നില്ല. ഇല്ല, അതന്നെ വരുമോ? ഇല്ല, എനിക്ക് സംസാരിക്കണമെന്നില്ല. ഇല്ല, അതന്നെ സംസാരിക്കണമെന്നില്ല. ഒന്നുമില്ലേ? ഇല്ല. പിന്നെ സംസാരിക്കണം, കേട്ടോണ്ടിരുന്ന വേണ്ട. കണ്ടോ, വന്നിട്ട് വിളിക്കുകയാണ്, എനിക്കൊന്ന് സംസാരിക്കണം, ആ കോർണറിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത്. ഞാൻ വരുന്നില്ല. അപ്പൊ പറഞ്ഞു, ചേട്ടൻ ഒന്ന് സംസാരിക്കണം, അപ്പൊ എനിക്ക് സംസാരിക്കണം. അങ്ങനെ പല ആവർത്തിച്ച് വിളിച്ചിട്ട് പോലും പുള്ളി അവിടെ നിന്ന് എണീറ്റ് പോകുന്നില്ല. അതൊന്ന് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. പുള്ളി അവിടെ ഒരു വിക്ടിം കാർഡ് കളിക്കുകയാണ്. മനസ്സിലായോ? അതായത് എന്നെ ചതിച്ചു എന്നൊരു ലേബല്, അല്ലെങ്കിൽ എനിക്ക് ഹോപ്പ് തന്നു, എന്നെ അവസാനം ചതിച്ചു എന്നൊരു ലേബലിലേക്ക് അവളെ കൊണ്ടിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇതിനകത്ത്.
വളരെ വ്യക്തമാണ്. കാരണം നമ്മളിത് പറയാൻ കാരണം ഇങ്ങനെയുള്ള ഗെയിമുകൾ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഈ റിവ്യൂ പറയുന്നവർക്ക് മനസ്സിലാവും. കാരണം 1-2 കൊല്ലം കൊണ്ടല്ല, ഒരു 6-7 കൊല്ലം കൊണ്ട് ഇതുപോലുള്ള ഗെയിം സ്ട്രാറ്റജികൾ നമ്മൾ കണ്ടു വളർന്നവരാണ്. അപ്പൊ ഇത് ഇപ്പൊ 9 ദിവസം ഇവിടെ അത്രയ്ക്ക് ആത്മാർത്ഥമായ ഒരു സ്നേഹം ഉണ്ടെങ്കിൽ 9 ദിവസം വരെ വെയിറ്റ് ചെയ്തിട്ട് പുറത്തു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ ഇതിനകത്ത് വെച്ച് തന്നെ പറയണം. മനസ്സിലാവും, ഇതിനകത്ത് വെച്ച് തന്നെ എനിക്കിത് പറയണം. അപ്പോൾ അവൾ എന്താണ് ഇതുപോലെ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ അതിനെ എന്തെങ്കിലും ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു വിക്ടിം കാർഡാക്കി എടുത്തുകൊണ്ട് അപ്പൊ അല്ലെങ്കിൽ എന്ത് ചെയ്യും, അവളെ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന അനീഷ് ബോധപൂർവം ചെയ്യുന്ന ഒരു സാധനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. വളരെ ബോധപൂർവം ചെയ്ത്, അല്ലെങ്കിൽ അനുമോള് വിളിക്കുമ്പോൾ ചെന്ന് അവിടെ ക്ലാരിറ്റി ചെയ്യണം, ക്ലാരിഫൈ വരുത്തണം. അനുമോൾ എന്താണ് അനുമോൾക്ക് പറയാനുള്ളത്, അത് ക്ലാരിഫൈ. അതൊന്നും ചെയ്യാതെ ഈ ഒരു ടീനേജ് പയ്യന്മാരുടെ പ്രണയം പോലെ എന്താണ് ഒരു പൈങ്കിളി പ്രണയത്തിന്റെ മോഡലിൽ ഞാൻ വരത്തില്ല. അതായത് ഞാനൊരു പ്രണയം ഒരു പെൺകുട്ടി എടുത്ത് പറഞ്ഞു, അവൾ നിഷേധിക്കുന്നു, ഞാൻ പിന്നെ മൗനമായിട്ട് എല്ലാവരുടെ വെറുപ്പ് കാണിച്ചുകൊണ്ട് ഞാൻ മൗനമായിട്ട് അങ്ങ് നടക്കുകയാണ്. എനിക്ക് മനസ്സിലാവില്ല. വളരെ ചീപ്പ്. ഈ ഒരു ഗെയിം കളിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഗെയിമാണ്. ഈ ഒരു ഗെയിം കൊണ്ട് പുറത്ത് അവൾക്ക് എന്തുമാത്രം നെഗറ്റീവ് ആവുമെന്നുള്ളത് അനീഷ് മനസ്സിലാക്കുന്നില്ല. മനസ്സിലായോ? അനീഷ് അതൊന്നും മനസ്സിലാക്കുന്നില്ല. അതുമല്ല ഈ പറയുന്ന അനീഷ് ഇപ്പം നമുക്ക് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ഷിയാസ് കരീം വന്നപ്പോൾ എന്റെ പെങ്ങളെ പോലെയാണ് എന്ന് അനുമോള് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. സത്യമാണ്, ഷിയാസ് കരീം വന്നപ്പോൾ എന്റെ പെങ്ങളെ പോലെയാണ് എന്ന്. അപ്പൊ എല്ലാവരും ചോദിക്കും, പെങ്ങളെ പോലെ ആയ ഒരാളെ പിന്നെ പ്രണയിച്ചൂടെ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ എന്റെ സീസണിലോ അല്ലെങ്കിലും ഈ പറയുന്ന ബിഗ് ബോസ് സീസണിനകത്ത് ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല പെങ്ങളെ പോലെ എന്റെ ഒരു ഫ്രണ്ടാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു പ്രണയം തോന്നുന്നത്. പക്ഷെ പെങ്ങളെ പോലെയാണ്, ഒരു പെങ്ങളെ പോലെ കാണുന്ന വ്യക്തിക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഒരു കാമുകിയായിട്ട് കാണാൻ സാധിക്കുന്നത്? ഞാൻ കാണത്തില്ല. ഞാനൊരു പെങ്ങളെന്ന് നമ്മളൊരു മനസ്സുകൊണ്ട് പെങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി പെങ്ങൾ തന്നെയാണ്. ഇപ്പൊ ചിലർ പറയുന്ന കമന്റുകൾ ഞാൻ കണ്ടു, പെങ്ങളെ പോലെ കണ്ട വ്യക്തി കുറച്ച് കഴിയുമ്പോൾ അത് കാമുകനായി. എനിക്കറിയത്തില്ല, ഞാനാവത്തില്ല. അത് നമുക്കൊരു ഫ്രണ്ടിനെ പോലെ കാണുന്ന ഒരു വ്യക്തിയെ പിന്നീട് നമുക്കൊരു കാമുകിയായിട്ട് നമുക്ക് കാണാം. അത് തെറ്റൊന്നുമില്ല. അപ്പോൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പൊ പറഞ്ഞത് കള്ളമാണ് അല്ലേ? അപ്പോൾ മറ്റുള്ളവരെ എന്ത് ചെയ്യണം, പറഞ്ഞിരുത്താൻ വേണ്ടിയിട്ട്, മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞൊരു കള്ളമാണ്. അതുപോലെ ജിസയിലുമായിട്ടുള്ള ഈ എന്താണ് അനുമോളെ പറ്റി പറഞ്ഞത് അതേ രീതിയിൽ തന്നെയാണ് ജിസയിലിന്റെ അടുത്ത് പറഞ്ഞത്. എന്നിട്ട് ഈ പറയുന്ന അനീഷ് പറയുന്നുണ്ട്, അത് ഞാൻ ആ തരത്തിലുള്ളൊരു ഇഷ്ടമല്ല, വേറെ തരത്തിലുള്ള ഇഷ്ടമാണ് എന്ന് പറയും. അത് ഞാനത് എന്ത് ചെയ്യും, നമുക്കൊരു സംഭവം കൊടുക്കുക. അതായത് ശരി, ഓക്കെ, അപ്പോൾ ആ സമയത്ത് അങ്ങനെ പറയത്തുള്ളൂ എന്ന്. പക്ഷെ അപ്പൊ എന്റെ ഒരു സംശയം, അങ്ങനെയാണെങ്കിൽ ഇപ്പോ അനുമോട് താങ്കൾക്ക് ക്രഷ് ഉണ്ട്, അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജിസേലിന്റെ അടുത്തും താങ്കൾക്ക് ക്രഷ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇതിനകത്ത് അനീഷ് ഇവിടെ കളിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് അനീഷ് എടുത്തിരിക്കുന്നത്. അത് ഈ പറയുന്ന അനുമോളുടെ കേസ് പറയുകയാണെങ്കിൽ അനുമോൾ ഇതിനെ വളരെ പക്വതയോടുകൂടിയാണ് ഇതിനെ ഡീൽ ചെയ്തത്. കാരണം എനിക്ക് സഹോദരനെ പോലെ കണ്ട ഒരു വ്യക്തി ഞാൻ പറഞ്ഞതിൽ അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് മറ്റൊരു രീതിയിൽ എടുത്തുകൊണ്ട് എൻ്റെ അടുത്ത് പ്രണയാഭ്യർത്ഥന നടത്തുകയാണ്. അപ്പോൾ അതിനെ എടുത്തടിച്ചതുപോലെ, ഞാൻ നിങ്ങളുടെ സഹോദരനെ പോലെയാണ് കണ്ട് എടുത്തടിച്ചതുപോലെ ഉത്തരം പറയാതെ വളരെ പക്വതയായിട്ട് അതിനെ കണ്ടുകൊണ്ട് അതിനെ പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു അനുമോൾ അവിടെ കാണാം. മനസ്സിലായോ? അവൾ പലയിടത്തും പറഞ്ഞു, ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചത് അവൻ എൻ്റെ അടുത്ത് ഇത് കൊണ്ടുവന്നു, അതുകൊണ്ട് ഇതൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരുന്നു, പുള്ളിക്ക് അറിഞ്ഞൂടായിരുന്നു, നമ്മൾ ഇതൊക്കെ ഇതൊക്കെ ഒരു തമാശയായിരുന്നു എന്ന് നിങ്ങൾക്ക് അറിയാൻ പാടില്ലേ? അതായത് അവിടെയുള്ള ആ വീട്ടിനകത്തുള്ള എല്ലാവർക്കും അറിയാം ഇത് എവള് ചെയ്തത് ഒരു തമാശയാണ്. അത് പലപ്പോഴും ഈ പറയുന്ന അനീഷ് പിന്നെ എൻജോയ് ചെയ്തിട്ടുമുണ്ട്. അല്ലെങ്കിൽ അനീഷിന് ഒരു ബോധമില്ല ഇതൊക്കെ ഒരു തമാശയായിരുന്നു എന്ന്. അനീഷിന് ബോധമില്ല, എനിക്ക് തോന്നുന്നില്ല. അനീഷിന് ഇതൊക്കെ അറിയാം. അനീഷ് ഇത് കൃത്യമായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗെയിം കൊണ്ടിടുകയും അതിനി എവള് റിജക്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എവൾക്ക് സമ്മതമല്ല എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ഗെയിമായി എടുത്തുകൊണ്ട് ഒരു വിക്ടിം കാർഡ് കളിച്ചുകൊണ്ട് ഒരു ഒറ്റപ്പെടൽ സ്ട്രാറ്റജി ഇറക്കിക്കൊണ്ട് അനുമോളെ നെഗറ്റീവ് ആക്കുകയും ചെയ്യാം, എനിക്ക് കുറച്ച് വോട്ട് കിട്ടുകയും ചെയ്യും എന്നൊരു ചിന്തയിലൂടെയാണ് ഈ പറയുന്ന അനീഷ് ഇവിടെ കളിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിലായി? പക്ഷെ അതായത് ഒരു വളരെ ചീപ്പായിട്ടുള്ള, വളരെ ബോറായിട്ടുള്ള ഒരു ഗെയിം ആയിപ്പോയി അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. PR-കളെ മാറ്റി നിർത്ത്, അവരെന്തിനും വെള്ളപൂശിക്കൊണ്ട്. പക്ഷെ അനീഷിനെ ഇഷ്ടപ്പെടുന്ന ഈ ന്യൂട്രലായിട്ട് നിൽക്കുന്ന കുറെ ജനങ്ങളുണ്ട്, കുറെ അധികം ജനങ്ങളുണ്ട്. അവർക്ക് ഇത് മനസ്സിലാവും ഈ കളിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു ഇഷ്ടം തോന്നി പറഞ്ഞു, അല്ല അവൾക്ക് ക്ലാരിഫൈ ചെയ്യാനുള്ള സമയം കൊടുക്കുക. ശരിയാണ്, എന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റ് പറ്റിപ്പോയി, എനിക്കൊരു ഇഷ്ടം തോന്നി, ഞാൻ പറഞ്ഞു, ഇവിടെ തീർന്നു, കഴിഞ്ഞു, നിനക്ക് ഇഷ്ടമില്ല, തീർന്നു. അങ്ങനെ ഒരു പക്വതയായിട്ടുള്ള ഒരു തീരുമാനം അനീഷ് എടുത്തിരുന്നുവെങ്കിൽ അനീഷിന് നമുക്ക് ഒരു കുറ്റവും പറയാനില്ല. അനീഷിനെ അപ്രിഷിയേറ്റ് ചെയ്യാമായിരുന്നു. മനസ്സിലാവും? അവന് ഇപ്പൊ ഒരു വിവാഹം കഴിഞ്ഞു, ഈ പറയുന്ന ഡിവോഴ്സ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അനുമോൾ കല്യാണം കഴിയാത്ത, അതൊക്കെ ഓക്കെ, 10 വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്, അവിടെയും നമുക്ക് ഓക്കെ പറയാം.
പക്ഷെ നമ്മൾ ഒരു കാര്യം പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ആ പെൺകുട്ടിയോട് വൈരാഗ്യം തീർക്കുന്ന രീതി, അതായത് ഇന്നിപ്പോ നമ്മുടെ ജയിൽ നോമിനേഷൻ നടന്നപ്പോൾ അനീഷ് ഒരു പക വീട്ടുകയാണ് ചെയ്തത്. അനീഷ് എന്ത് ചെയ്തു? അനീഷ് നേരെ ആദ്യം പറഞ്ഞത് അനുമോളുടെ വിഷയമാണ് പറഞ്ഞത്. മുഖ്യപരം അനുമോളുടെ വിഷയം നാല് പേര് അനുമോളുടെ വിഷയം പറഞ്ഞു, അനുമോളുടെ പേര് പറഞ്ഞു. പക്ഷേ ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് അനീഷ് പറഞ്ഞ വിഷയം എന്താണ്? ആ കിച്ചണിൽ നടന്ന വിഷയം, കിച്ചണിൽ ഈ ഒരു പ്രശ്നം ഉണ്ടാക്കിയത് അനുമോളാണ് എന്ന വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ജയിൽ നോമിനേറ്റ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കാനുള്ള കേസ്, ഈ കിച്ചണിൽ നടന്ന വിഷയത്തിൽ അനുമോള് ശരിയാണെന്ന് വാദിച്ച ഒരേ ഒരു വ്യക്തി അനീഷാണ്. ആ അനീഷാണ് ഇപ്പം വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട്, പക തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നേരെ വന്ന് ഈ പറയുന്ന അനുമോളുടെ പേരെടുത്ത് പറയുന്നു. അവിടെ വ്യക്തമാണ് ഒരു പകയാണ് തീർക്കും പോലെ എനിക്ക് തോന്നുന്നു. അതുപോലെ അനുമോളുടെ കേസ്, അതിന് തൊട്ട് മുമ്പ് ഈ ആഴ്ച ഏറ്റവും നന്നായി പെർഫോമൻസ് ചെയ്തത് ആരെന്ന് പറഞ്ഞപ്പോൾ അനീഷിന്റെ പേര് പറഞ്ഞ ഒരേ ഒരു വ്യക്തി ഈ പറയുന്ന അനുമോളാണ്. അനുമോളുടെ മനസ്സിൽ പകയില്ല. അപ്പൊ അനുമോള് പറഞ്ഞ മറ്റൊരു കേസുണ്ട്, നമുക്ക് എല്ലാവർക്കും, എനിക്കത് കേട്ട് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒരാൾക്ക് നമ്മളെ ഇഷ്ടമാണ് എന്ന് പറയുന്നത്, അതിപ്പോ എന്തോ ആയിക്കോട്ടെ, ഒരാൾക്ക് എന്നെ ഇഷ്ടമാണോ നമ്മൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ആ വ്യക്തി എങ്ങനെ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമ്മുടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും എല്ലാം കണ്ട് എനിക്ക് തന്നെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ ജീവിത സഖിയായിട്ട് അല്ലെങ്കിൽ ഭാര്യയായിട്ട് കൊണ്ടു നടക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്നൊരാൾ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ അയാളെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതായത് താങ്കളുടെ വിജയമാണ്. ഏതൊരു വ്യക്തിയാവട്ടെ ഒരാളെ മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് ആ ആളുടെ വിജയമാണ്. അപ്പൊ അങ്ങനെ പറയുന്നവരെ എന്ത് ചെയ്യണം? നമ്മൾ ഒരിക്കലും പിന്നെ അധിക്ഷേപിച്ച് വിട്ടരുത്. അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പോഴും അവൻ പക്ഷെ ഒരു ഹേർട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു വേദന മാറട്ടെ എന്ന് കരുതി എനിക്ക് താങ്കളോട് ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു വിഷമവുമില്ല, എനിക്കൊരു ദേഷ്യവുമില്ല താങ്കളോട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ആ ഒരു ടാസ്കിൽ അനീഷിന്റെ പേര് പറഞ്ഞു. പക്ഷെ അനീഷ് എന്താ ചെയ്തത്? അനീഷ് അവിടെ പക വീട്ടുക ചെയ്തത്. അനീഷ് നേരെ ചോദിച്ചിട്ട് ജയിൽ നോമിനേഷൻ ഫസ്റ്റ് പേര് അനുമോളുടെ പേര് പറയുന്നു. അനുമോളുടെ പേര് പറഞ്ഞതിൽ എനിക്ക് വിഷയമില്ല. പക്ഷെ എടുത്തിട്ട വിഷയം അവിടെ കിച്ചണുമായി ബന്ധപ്പെട്ട വിഷയമാണ് എടുത്തിരിക്കുന്നത്. കിച്ചണുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കൂടി സപ്പോർട്ട് ചെയ്തത് അനുമോളെ സപ്പോർട്ട് ചെയ്ത താങ്കളാണ് അതിന്റെ ന്യായീകരണങ്ങൾ നിരത്തിയത്. അപ്പൊ ഇവിടെ വന്നിട്ട് ഉൾട്ടയാകുമ്പോൾ വളരെ ബോറായിട്ടുള്ള, വളരെ ചീപ്പായിട്ടുള്ള ഒരു ഗെയിമാണ് കളിക്കുന്നത്. അതിനോടൊപ്പം ഈ പറഞ്ഞു വരുന്ന PR കമന്റുകൾ, ആ പെൺകുട്ടിയുടെ ഭാവി വെച്ച് കളിക്കുന്ന PR കമന്റ്, ആ പെൺകുട്ടി ഹോപ്പ് കൊടുത്തിട്ടാണ്, മനസ്സിലായോ? അവൾ അങ്ങനെ കാണിച്ചിട്ടാണ്, അവൾ I love you എന്ന് പറഞ്ഞത് കൊണ്ടാണ് അവൻ അങ്ങനെ വീണുപോയി എന്ന് പറയുന്ന PR കമന്റുകളോട് എനിക്ക് എന്ത് പറയാൻ? അത്രയ്ക്ക് ഇള്ള കുട്ടിയൊന്നും അല്ല ഈ പറയുന്ന അനീഷ്. ഇള്ള കുട്ടിയൊന്നുമല്ല. 16 17 വയസ്സുള്ള കൊച്ചു പയ്യനും ടീനേജ് പയ്യനും ഒന്നും അല്ല. 40 വയസ്സുള്ള ഒരു ഡിവോഴ്സ് കഴിഞ്ഞ് വാർദ്ധക്യത്തിലോട്ട് പോകുന്ന ഒരു മനുഷ്യനാണ് പുള്ളി. പിന്നെ വാർദ്ധക്യത്തിലോട്ട് പോകുന്ന ഒരു മനുഷ്യൻ, ആ പുള്ളിക്ക് ഇതൊക്കെ മനസ്സിലാവും. തമാശ ഏതാണ്, കാര്യമായിട്ട് ഏതാണ്, സീരിയസ് ആയിട്ട് പറഞ്ഞത് ഏതാണെന്ന് മനസ്സിലാക്കാനുള്ള കെൽപ്പും വിവേകവും ഒക്കെ ഈ പറയുന്ന അനീഷിനുണ്ട്. അനീഷ് ഇവിടെ കളിക്കുന്നത് പക്കാ ചീപ്പ് ഗെയിമറാണ് ഇവിടെ കളിക്കുന്നത്. അതായത് ഇവിടെ ഒരു വിക്ടിം കാർഡ് കളിക്കുക, അതിനോടൊപ്പം ഈ അനുമോളെ എന്ത് ചെയ്യുക, ഒരു തെറ്റുകാരിയായിട്ട് സമൂഹത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുക. ഇതാണ് അനീഷിന്റെ നിങ്ങളുടെ അഭിപ്രായം. കമന്റ് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.